നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്ന് രാഹുലെ, ഇതിന് അങ്ങ് CPM ചേർന്നുകൂടായിരുന്നോ? ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്ന പോസ്റ്റുകൾ. CPM ചേർന്നിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെ ചെയ്താലും മിണ്ടാതെ അങ്ങ് MLA ആയോ MP ആയോ ആരായി വേണമെങ്കിലും വിലസാമായിരുന്നല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ഉപദേശം. എന്തായാലും മാങ്കൂട്ടത്തിന് രണ്ട് കൊമ്പുണ്ടോ എന്ന ചോദ്യവുമുണ്ട്. ഇതുപോലെയുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ പല MLA-മാർക്കും ഉണ്ടായിട്ടും അവരെ ഒന്നും നിയമസഭയിൽ നിന്നും പുറത്താക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാങ്കൂട്ടത്തിനെ മാത്രം പുറത്താക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന ചോദ്യം വരുന്നുണ്ട്. എന്തായാലും ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കങ്ങൾ സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് രാഹുലിനെ പുറത്താക്കാനുള്ള സാധ്യതകൾ സ്പീക്കർ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇതിന് വലിയ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് നിയമസഭ നടപടിയെടുക്കുന്നത് രാഷ്ട്രീയവും നിയമപരവുമായ നിരവധി ചോദ്യങ്ങൾക്ക് വഴി തുറക്കും. നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി 5 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ഇത്തരമൊരു സാഹചര്യത്തിൽ രാഹുലിനെതിരെ ധൃതി പിടിച്ച നീക്കങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. സഭയ്ക്ക് പുറത്തു നടന്ന ഒരു ക്രിമിനൽ കേസിന്റെ പേരിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന കാര്യത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിനും വ്യക്തതയില്ല. സഭയുടെ അന്തസ്സിനും പദവിക്കും ചേരാത്ത വിധം പെരുമാറി എന്ന് കാണിച്ച് സ്പീക്കർക്ക് ലഭിക്കുന്ന പരാതി കമ്മിറ്റിക്ക് വിടുകയാണ് ആദ്യ നടപടി. എന്നാൽ കമ്മിറ്റി തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകി സഭ നടപടിയെടുക്കുമ്പോഴേക്കും നിയമസഭയുടെ കാലാവധി തന്നെ അവസാനിച്ചേക്കാം. മുൻകാലങ്ങളിൽ മുകേഷ്, എൽദോസ് കുന്നപ്പള്ളി, വിൻസെന്റ് തുടങ്ങിയ MLA-മാർക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എത്തിക്സ് കമ്മിറ്റി പരിശോധന നടത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിക്കുന്നതുവരെ സഭ കാത്തിരുന്നതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. കോടതി ശിക്ഷിക്കാതെ ഒരാളെ സഭ പുറത്താക്കുന്നത് കീഴ്വഴക്കമില്ലാത്ത കാര്യമാണെന്നും ജയിച്ചു വന്ന ഒരാളുടെ അംഗത്വം കളയാൻ എത്തിക്സ് കമ്മിറ്റിക്ക് വകുപ്പില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാദിക്കുന്നു. അതേസമയം സഭാ അംഗങ്ങളുടെ പെരുമാറ്റത്തിന് നിശ്ചിത നിലവാരമുണ്ടെന്നും അതിൽ വീഴ്ച വന്നാൽ നടപടിയെടുക്കാൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്നുമാണ് ചിലരുടെ നിലപാട്. പോലീസ് അന്വേഷണം ഈ നടപടിക്ക് തടസ്സമില്ലെങ്കിലും ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും പേരിൽ ഒരു MLA-യെ അയോഗ്യനാക്കുന്നത് സംബന്ധിച്ച് സഭാ ചട്ടങ്ങളിൽ വ്യക്തമായ നിർവചനങ്ങൾ ഇല്ല. ഈ അവ്യക്തതകളും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടികൾക്ക് വലിയ തടസ്സമായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ അത്യപൂർവ നടപടിയുമായി അന്വേഷണ സംഘം വരുന്നുമുണ്ട്. അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും രാഹുൽ ഒപ്പിടാൻ കൂട്ടാക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. ഇതേ തുടർന്ന് രാഹുൽ നിസ്സഹരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഈ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണ സംഘം സാക്ഷ്യപ്പെടുത്തി. ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ വഴങ്ങിയില്ല. ഞായറാഴ്ച രാവിലെ 7:30ഓടെയാണ് രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച് ചോദ്യം ചെയ്തത്. ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഒപ്പിടാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഗസറ്റഡ് ഓഫീസറെ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. രാഹുലിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞുവെന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ ചൊവ്വാഴ്ച ഹാജരാക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെ തന്നെ രാഹുലിനെ ഹാജരാക്കുകയും കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആദ്യം ആവശ്യപ്പെട്ടെങ്കിലും 3 ദിവസത്തേക്കാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 3 ദിവസം എന്ന് പറയുമ്പോൾ 14-15 ദിവസങ്ങൾ കൂടിയാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത്. കഴിവിന്റെ പരമാവധി ഇത് രാഷ്ട്രീയ പ്രേരിതമായ കുറ്റമാണ് എന്ന് പറഞ്ഞു തീർക്കാനായി രാഹുലിന് ശ്രമിച്ചെങ്കിലും അത് കഴിയാതെ പോവുകയായിരുന്നു. എന്തായാലും അറസ്റ്റിന്റെ നടപടിയിൽ ചോദ്യം ചെയ്ത രാഹുൽ ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അറസ്റ്റിലാണല്ലോ താങ്കൾ, അതുകൊണ്ട് കസ്റ്റഡിയിൽ വിടാതിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയും ചെയ്തു. എന്തായാലും തെളിവെടുക്കേണ്ടതുണ്ട്, പാലക്കാട് എത്തിക്കേണ്ടതുണ്ട്, പത്തനംതിട്ടയിൽ എത്തിക്കേണ്ടതുണ്ട്, തുടർ നടപടികളൊക്കെ നടക്കേണ്ടതുണ്ട്. മാത്രമല്ല കേസ് ഒരു ബലാത്സംഗം തന്നെയാണ് എന്ന് കോടതി പറയുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കാം വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് കണ്ടറിയാം. അപ്പോഴും ചിലർ പറയുന്നു, എന്റെ പൊന്നു രാഹുലെ, നിങ്ങൾക്ക് CPM ചേർന്നുകൂടായിരുന്നോ എന്നുള്ളത്.